ഹായ് ഫ്രണ്ട്സ്, സുധാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളീയരുടെ ഇഷ്ട വിഭവമായ പൊറോട്ടയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഞാനിവിടെ എലൈറ്റിൻ്റെ 1 കിലോ മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് ഈ മൈദയൊന്ന് കുഴിയാക്കി കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പാലൊഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം ആകരുത്, അതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. എത്ര മയമാകുന്നു അത്രയും നല്ല സോഫ്റ്റായി കിട്ടും പൊറോട്ട. അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിലൊന്നും പറ്റിയിട്ടില്ല, കണ്ടോ, നല്ല വൃത്തിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് പുറത്തോട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ നല്ലപോലെ കുഴച്ചെടുക്കാം. ഇത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് വേണം കുഴച്ചെടുക്കാൻ. ബോളിന്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നനഞ്ഞു പിഴിഞ്ഞ ഒരു കോട്ടൻ്റെ പീസാണ് ഞാൻ ഇവിടെ ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ തുണിയും കൊണ്ടൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊന്നും മൂടി വയ്ക്കാം. പൊറോട്ടയുടെ മാവ് എന്തായി നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബോളാക്കി എടുക്കാം.
ഇത് രണ്ടാക്കി കട്ട് ചെയ്യാം. ഇത് ബോളാക്കി എടുക്കാം. പിന്നെ തള്ളി ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് ബോളാക്കി എടുക്കാം. മറ്റുള്ളതും നമുക്കിതുപോലെ ബോളാക്കി എടുക്കാം. ഇതെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പുറത്തേക്ക് ഓയിൽ തേച്ച് കൊടുക്കാം. വീണ്ടും ഇതിനെ കമഴ്ത്തി വയ്ക്കാം. ഇനി 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനിവിടെ പൊറോട്ട അടിക്കാൻ വേണ്ടിയിട്ട് കിച്ചൺ സ്ലാബ് ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിന് ശേഷം ഓരോ ബോളുകൾ എടുത്തിട്ട് നമുക്ക് ഉള്ളം കൈ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് തുണി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഓരോന്ന് എടുത്തിട്ട് നമുക്കിതിൻ്റെ മേലെ കുറച്ച് പൊടി തൂക്കി കൊടുത്തിട്ട് പരത്തിയെടുക്കാം. സൈഡെല്ലാം ഒരുപോലെ കനത്തിൽ പരത്തിയെടുക്കണം. ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മൈദാപ്പൊടി തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വീശി അടിച്ചെടുക്കാം. ഇതെങ്ങനെയാണ് പിടിക്കേണ്ടത്? ഈ കയ്യവെള്ളയിലും പിടിച്ചത് ഇങ്ങനെ ഈ ഒരു തള്ളവിരലിൻ്റെ അടിയിലും പിടിക്കണം. എന്നിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് കൈ നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ അടിച്ചെടുക്കാം. പിന്നെ നടുവിൽ കൂടെ കത്തിയും കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് വട്ടം കറക്കി വെച്ച് ഇങ്ങനെ കയ്യിലേക്ക് ചുറ്റിയെടുക്കുക. ബാക്കിയുള്ളത് അറ്റം അടിയിൽ കൂടെ കൊടുക്കും.
എല്ലാം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ തേച്ച് കൊടുക്കുന്നത്. ഇത് ഉണങ്ങാതിരിക്കാൻ വേണ്ടി നമുക്കൊരു തുണിയിട്ട് മൂടിയിരിക്കാം. നമുക്കിത് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഞാനിതെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ചുട്ടെടുക്കാം. പൊറോട്ട പുറം ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. ചട്ടയും കൊണ്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പൊങ്ങി വരുന്നതല്ല, നല്ല സോഫ്റ്റ് ആയതിന്റെ ലക്ഷണം കണ്ടത് വെള്ളം പോലെ വരുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. പൊറോട്ടയും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് പൊറോട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് അറിയിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.